നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ 61ാമത് ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൂച്ചന്നിപ്പാടം മുതൽ ഊരകം വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. പെരിഞ്ഞനത്ത് ബൈക്കിന്റെ ചക്രത്തിൽ സാരി കുടുങ്ങിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കെത്തിച്ച 17 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരൻ ചാലക്കുടിയിൽ പിടിയിൽ. വാർത്തകൾ വിശദമായി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ 61ാമത് ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. ഓണാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഷാജു പെല്ലിശ്ശേരി പതാക ഉയർത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. കവിയും സിനിമാ ഗാനരചിതവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സാഹിത്യ ചിത്രരചനാ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവരും അസൂയപ്പെടുന്ന ഒന്നാണ് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഓണാഘോഷ പരിപാടി. അതതിന്റെ 61ാമത് വർഷം ആഘോഷിക്കപ്പെടുകയാണ്. മാത്രമല്ല, മലയാളത്തിന്റെ എല്ലാ തനിമകളോടും കൂടി നമ്മുടെ ഗ്രാമ നാട്യ നൃത്തങ്ങൾ, നാടൻപാട്ടുകളുടെ മത്സരങ്ങൾ നമ്മളൊന്നും വിചാരിക്കുന്ന രീതിയിൽ ഒരിക്കലും ആലോചിക്കാൻ അടുത്ത കാലത്തും പറ്റാത്ത രീതിയിലുള്ള മത്സരങ്ങൾ, ശ്രീകരണപ്പാട്ട്, അതുപോലെ കളിപ്പാട്ട്, മാപ്പിളപ്പാട്ടുകൾ, തൊക്കലിപ്പാട്ടുകൾ, പാട്ടുകൾ തുടങ്ങി അന്യം നിന്ന് പോകാവുന്ന മണ്ണന്ന് പോയവ വീണ്ടും തിരിച്ചു പിടിച്ച് പഴയ സർഗാത്മകതയുടെ കരുത്ത് കാണിക്കുന്ന ഒന്നാണ് തീർച്ചയായും വല്ലച്ചിറ ഓണാഘോഷ പരിപാടി. നമ്മൾ സ്മരിക്കേണ്ടത് 60 വർഷങ്ങൾക്ക് മുൻപ് ഒരു പരിപാടിയുടെ പഞ്ചായത്തിൽ നടത്താമെന്ന് ആലോചിച്ച വലിയ മനുഷ്യരുണ്ടല്ലോ, അവരെ നമിക്കാൻ കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഷാജു പെല്ലിശ്ശേരിയുടെ അധ്യക്ഷത വഹിച്ചു. ഈ നൽകിക്കൊണ്ട് നടത്തുവാനൊക്കെയാണ് താല്പര്യമുള്ളത്. അതുപോലെ തന്നെ ഈ ഓണാഘോഷം 60 വർഷത്തെ താല്പര്യം നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിന് പുറകിൽ പ്രവർത്തിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. നേതൃത്വം കൊടുക്കുന്ന ഗ്രാമപഞ്ചായത്ത് അതാത് കാലഘട്ടങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ, മെമ്പർമാരെ, സംഘാടക, കൺവീനർ, പ്രസിഡന്റ്, കമ്മിറ്റി അംഗങ്ങൾ, ഒരുപാട് പേര്, നല്ലതായ നാട്ടുകാർ, ഇതിനൊരു ഒരുപാട് സാമ്പത്തിക ചെലവുകളും വരുന്നുണ്ട്. അപ്പോ അതിനൊക്കെ ഈ നല്ലതായ നാട്ടുകാരുടെ നല്ല മനസ്സ് സാധാരണക്കാരനെ സാമ്പത്തികമായി ഉയർന്നുകൊടുക്കുന്നതിന് വരെ ഇതിന് പ്രോത്സാഹനം നൽകിക്കൊണ്ടാണ് നമുക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓണാഘോഷ കമ്മിറ്റി കൺവീനർ മനോജ് കടവിൽ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ BG വനജകുമാരി, വലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ കുറുക്കഞ്ചേരി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൂച്ചന്നിപ്പാടം മുതൽ ഊരകം വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. ആദ്യഘട്ടമായി റോഡിന്റെ ഒരു ഭാഗമാണ് നിലവിലെ റോഡ് പൊളിച്ച് മണ്ണുമാറ്റി കോൺക്രീറ്റ് ചെയ്യുന്നത്. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ
ഊരകം സെന്ററിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ചേർപ്പിലെത്തി പെരുമ്പിള്ളിശ്ശേരി വഴി പോകണം. തൃശൂരിൽ നിന്നും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ നിലവിലുള്ള റോഡ് മാർഗം പോകേണ്ടതാണ്. ഒല്ലൂർ ആനക്കല് ഭാഗത്തു നിന്നും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ തിരുവള്ളക്കാവ് കിഴക്കേനട വഴി കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിലേക്ക് കയറി പോകാവുന്നതാണ്. പെരിഞ്ഞനത്ത് ബൈക്കിന്റെ ചക്രത്തിൽ സാരി കുടുങ്ങിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മതിലകം കളരിപ്പറമ്പ് സ്വദേശി ശ്രീനാരായണപുരത്ത് വീട്ടിൽ സുനിലിന്റെ ഭാര്യ 55 വയസ്സുള്ള നളിനിയാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച പെരിഞ്ഞനം കപ്പളക്കടുത്ത് ദേശീയപാതയിലായിരുന്നു അപകടം. മകനോടൊപ്പം ബൈക്കിൽ പോകവെ പിന്നിലിരുന്ന നളിനിയുടെ സാരി ബൈക്കിന്റെ ചക്രത്തിൽ ചുറ്റിപ്പിടിച്ചാണ് അപകടമുണ്ടായത്. റോഡിലേക്ക് തെറിച്ചു വീണ ഇവർക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. ചികിത്സയിലിരിക്കെ ഞായറാഴ്ച ഉച്ചയോടെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കെത്തിച്ച 17 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരൻ പിടിയിൽ. വിശാഖപട്ടണത്ത് നിന്ന് ട്രെയിൻ മാർഗം കഞ്ചാവ് വിൽപ്പനയ്ക്കായി ചാലക്കുടിയിലേക്ക് കൊണ്ടുവന്ന മൂർഷിദാബാദ് സ്വദേശി 26 വയസ്സുള്ള അജ്പൂർ ഷെയ്ഖിനെയാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് സമീപം ചാലക്കുടി പോലീസ് പിടികൂടിയത്. ഇയാളിൽ നിന്ന് 2 ബാഗുകളിലായി 8 പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന 17 കിലോ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെയും ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സജീവിന്റെയും നേതൃത്വത്തിൽ ചാലക്കുടി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സേനയും ചാലക്കുടി ക്രൈം സ്ക്വാഡും ചേർന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ചാലക്കുടി സബ് ഇൻസ്പെക്ടർ ആൽബിൻ തോമസ് വർക്കി പ്രതിയെ അറസ്റ്റ് ചെയ്തു. പിടിയായ യുവാവ് മുൻപ് അങ്കമാലി ഭാഗത്ത് കറിമസാല നിർമ്മാണ കേന്ദ്രത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയ ഇയാൾ ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് വാങ്ങി ആവശ്യക്കാർക്ക് എത്തിക്കുന്ന കണ്ണിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ആവശ്യക്കാരെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് വരുത്തിയാണ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. മഴക്കാല പരിശോധനയുടെ ഭാഗമായി പോലീസ് നടത്തിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലാണ് കഞ്ചാവുമായി യുവാവ് പിടിയിലായത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സ്കൂളുകൾ, കോളേജുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം രഹസ്യ നിരീക്ഷണം നടത്തിവരികയായിരുന്നു. ലഹരി വസ്തുക്കളുടെ വിപണനം, സംഭരണം, ഉൽപാദനം എന്നിവ തടയുന്നതിനായി തൃശൂർ റേഞ്ച് ഡിഐജി അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ റേഞ്ച് തലത്തിൽ നടന്നുവരുന്ന ലഹരി വേട്ടയ്ക്കിടെയാണ് ട്രെയിൻ മാർഗം കേരളത്തിൽ കഞ്ചാവ് എത്തിച്ച് വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുവാനെത്തിയ അന്യ സംസ്ഥാനക്കാരനെ പിടികൂടാനായത്. ഈ സംഘത്തിൽ കൂടുതൽ പേർക്കായി തെരച്ചിൽ തുടങ്ങിയതായും പോലീസ് അറിയിച്ചു. റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് എസ്ഐമാരായ വി ജി സ്റ്റീഫൻ, സി ആർ പ്രദീപ് കുമാർ, പി ജയകൃഷ്ണൻ, സതീശൻ മാടപ്പാട്ടിൽ, ടി ആർ ഷൈൻ, റോയ് പൌലോസ്, പി എം മൂസ, എസ്ഐമാരായ വി യു സിൽജോ, ലിജു ഇയാനി, സൂരജ് വി ദേവ്, സീനിയർ സിപിഎമാരായ എ യു റജി, എം ജെ ബിനു, ഷിജോ തോമസ്, പി എക്സ് സോണി, എം വി മാനുവൽ, നിഷാന്ത് എ ബി, കെ ജെ ഷിൻഡോ, ചാലക്കുടി പോലീസ് സ്റ്റേഷൻ അഡീഷണൽ എസ്ഐ റെജിമോൻ, സീനിയർ സിപിഒ കെ കെ ബൈജു, സിപിഎമാരായ സുരേഷ് കുമാർ, കെ എം സനോജ്, ശ്യാംചന്ദ്രൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പിടിയിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. 61ാമത് വല്ലച്ചിറ ഓണാഘോഷത്തിന്റെ ലോഗോ പ്രകാശനം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. വല്ലച്ചിറ സ്വദേശിയായ ഫോട്ടോഗ്രാഫർ സലീഷ് നടുവിലാണ് ഈ വർഷത്തെ ലോഗോ ഡിസൈൻ ചെയ്തത്. ഈ ഓണാഘോഷ പരിപാടി നമ്മൾ നോക്കിക്കാണുന്നത് നമ്മുടെ പ്രദേശത്ത് പ്രദേശത്തിലെ ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടുള്ള അവിടെ പരിപാടികളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ അതിനൊരു തുടർച്ച ആ ചെറുതന്ത്രങ്ങളെ കൈകളെല്ലാം പുതിയ തലമുറയുടെ അഭാവങ്ങൾ പലപ്പോഴും അതിന് മുഴുവൻ ഇടവേളകളിലാക്കി. സ്വാഭാവികമായിട്ടും ഇവിടെ 63 വർഷമായി അതിനെ ഏറ്റെടുക്കാനായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ പ്രിയപ്പെട്ട കലാസാംസ്കാരിക പ്രവർത്തകര് അത് ഏറ്റെടുക്കാനായിട്ട് ആ പന്തത്തിനെ ഏറ്റെടുക്കാനായിട്ടുള്ള യുവതലമുറ ഉണ്ടായി വരിക എന്ന് പറയുന്നത് കുറച്ചിലും കൂടിയാണ്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ 61ാമത് ഓണാഘോഷങ്ങളുടെ ഭാഗമായി സാഹിത്യ ചിത്രരചനാ മത്സരങ്ങൾ നടന്നു. കവിയും സിനിമാ ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സാഹിത്യ ചിത്രരചനാ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലേഖനം, കവിത, ചെറുകഥ, ഏകാംഗം എന്നീ പരിപാടികൾ ഓണാഘോഷ സബ് കമ്മിറ്റി ചെയർമാൻ രാജൻ ടി ജി, കൺവീനർ അജിതൻ എൻ വി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നു. ഓണാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഷാജു പെല്ലിശ്ശേരി, വൈസ് പ്രസിഡന്റ് ജയരാജ് നടുവിൽ, നിഖിൽ പി കെ, ഓണാഘോഷ കമ്മിറ്റി കൺവീനർ മനോജ് കടവിൽ, ജോൺ കൺവീനർ ഹെൻസ് ടി,
വൈശാഖ് CS എന്നിവരും കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. പ്രിയം ബിറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ ചേർപ്പിൽ സംഗീത സംവിധായകൻ ദേവരാജൻ അനുസ്മരണവും ദേവരാജ സംഗീത സന്ധ്യയും സംഘടിപ്പിച്ചു. മിത്രാനന്തപുരം ക്ഷേത്രം ഊട്ടുപുരയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് സംഗീത സംവിധായകൻ നടേശ് ശങ്കർ ഉദ്ഘാടനം ചെയ്തു. ദേവരാജേഷ് മാഷ കൂടെ എനിക്ക് 2 അനുഭവങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ അവസാനം അദ്ദേഹം ചെയ്ത ഒരു സിനിമയ്ക്ക് 2 പാട്ട് പാടാനും അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചു നേരം പെരുമാറാനും സാധിച്ചു. അദ്ദേഹത്തിന്റെ കുറെ ഉപദേശങ്ങളും ഒരുപാട് കാര്യങ്ങളും എനിക്കുണ്ടായ ഒരു അനുഭവം ഞാനിപ്പോ പറയാം. നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളുടെ ക്വാളിറ്റി ഈ യേശുദാസും അവന്റെ ജാനകിയമ്മ, സുശീലാമ്മ, മാധുര്യമ്മ ഇവരൊക്കെ പാടി, ജയേന്ദ്രൻ ഇവരൊക്കെ പാടിയുന്ന പാട്ടുകളുടെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള എന്റെ ദശാമൃതസ്വാമി ആയാലും ഇവരൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, ആ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി, ആ രീതിയുടെ ഗുണം, അതിന്റെ ടൈം അത്രയും വൃത്തിയായിട്ട് പഠിച്ചിട്ട് സ്റ്റുഡിയോനും മൈക്കിന് മുമ്പിലേക്ക് കൊണ്ടുപോകും. പരിപാടിയിൽ പ്രിയം സുരേഷ് അധ്യക്ഷത വഹിച്ചു. U. രമേശ് നായർ, KB പ്രമോദ്, മിത്രാനന്തപുരം ക്ഷേത്രം വർക്കിംഗ് ട്രസ്റ്റി മോഹന വാര്യർ എന്നിവർ സംസാരിച്ചു. സംഗീത സന്ധ്യയിൽ U. ഉമേഷ് നായർ, പ്രിയം സുരേഷ്, PK ഉണ്ണികൃഷ്ണൻ, സതീഷ്, മണികണ്ഠൻ കിഴക്കൂട്ട്, അക്ഷര മണികണ്ഠൻ, ശ്രീലക്ഷ്മി എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. നിനക്കോ എന്റെ പ്രിയമുള്ളവൾക്ക് മാതക സൗന്ദര്യം ഹിമവാഹിനി ഹൃദയഹരിണി. ചക്രവർത്തിനി നിനക്കു ഞാനെന്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ അഗ്നപാതയായകത്തു വരൂ. പൂമണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു, പകൽ കിനാവിൻ പനി മഴയിൽ പണ്ടു നിന്നുകം പകർന്ന ഗന്ധം. രജനികൾ തോറും രഹസ്യമായി വന്നു ഞാൻ രതിസുഖസാരേ പാടും. രജനികൾ തോറും രഹസ്യമായി വന്നു ഞാൻ രതിസുഖസാരേ. സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മോട് ബന്ധങ്ങളെവിടെ. സരസ്വതീയാമം കഴിഞ്ഞു, ഉഷസിൻ സഹസ്രതലങ്ങൾ വിരിഞ്ഞു. ജീവിത ഗുരുകൾ വേദനിലയൂടി ഉഷ്ണഭൂമി അവകാഭിഷേകം കഴിഞ്ഞു, സംഘാഭിഷേകം കഴിഞ്ഞു. നളിന വിലോചന ഗുരുവായൂരപ്പന്റെ കമനീയ വിഗ്രഹം തെളിഞ്ഞു. കർക്കിടക മാസത്തിലെ നാലമ്പല തീർത്ഥാടനത്തിന് ക്ഷേത്രങ്ങൾ ഒരുങ്ങുന്നു. കർക്കിടക മാസത്തിൽ ദശരഥ പുത്രന്മാരായ ശ്രീരാമ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് പുണ്യമായാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ജൂലൈ 16-നാണ് ഇത്തവണത്തെ നാലമ്പല തീർത്ഥാടനത്തിന് തുടക്കമാവുക. തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നാണ് നാലമ്പല തീർത്ഥാടനം തുടങ്ങുക. തുടർന്ന് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ, പായമൽ ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി തൃപ്രയാറിൽ തന്നെ അവസാനിക്കുന്നതാണ് നാലമ്പല തീർത്ഥാടനം.
ഭക്തർക്കായി വിപുലമായ സൌകര്യങ്ങളാണ് ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. തൃപ്രയാർ ക്ഷേത്രത്തിൽ മഴ നനയാതെ നിൽക്കാൻ പന്തലുകൾ, ശുദ്ധജലം, കാപ്പി, പാർക്കിംഗ് സൌകര്യം എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. ഒരേ സമയം 4000 പേർക്ക് മഴ കൊള്ളാതെ നിൽക്കാവുന്ന പന്തലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പന്തലിനുള്ളിൽ വരി സംവിധാനമുണ്ട്. കൂടുതൽ CCTV ക്യാമറകൾ സജ്ജമാക്കുന്നുണ്ട്. പോലീസ്, സന്നദ്ധ പ്രവർത്തകർ, ദേവസ്വം ക്ഷേത്രം ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർ, ആംബുലൻസ് സൌകര്യം എന്നിവയും ക്ഷേത്രത്തിലുണ്ടാകുമെന്ന് ദേവസ്വം പ്രസിഡന്റ് AP സുരേഷ് കുമാർ പറഞ്ഞു. പിന്നെ വരുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായി ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസ് അടക്കം ക്യൂ സിസ്റ്റം വളരെ നല്ല രീതിയിലാണ് ഇപ്രാവശ്യം നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഭക്തജനങ്ങൾക്ക് നല്ല രീതിയിൽ സുഗമമായി പെട്ടെന്ന് തന്നെ വഴിപാടുകളൊക്കെ രചിതാക്കി വഴിപാടുകൾ നടത്തിപ്പോകുന്നതിനും നാലമ്പല തീർത്ഥാടനം എല്ലാ 4 ക്ഷേത്രങ്ങളിലും തടസ്സം കൂടാതെ അവർക്ക് ദർശനം നടത്തി മടങ്ങുന്നതിനുള്ള എല്ലാ സൌകര്യങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായി തന്നെ നേരത്തെ കൂടി തന്നെ ഈ പരിപാടികളൊക്കെ ഇവിടെ നടത്തി വരികയാണ്. പുതുക്കാട് കൃഷിയിടത്തിൽ നിന്ന് 56 കിലോ തൂക്കമുള്ള ഭീമൻ കപ്പ വിളവെടുത്ത് കർഷകൻ. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ സ്ഥലം പാട്ടത്തിനടുത്ത് കപ്പ കൃഷി നടത്തിയ കല്ലൂർ ഭരത സ്വദേശി കുഴിക്കണ്ടത്തിൽ ജോർജിനാണ് ഒരു കടയിൽ നിന്ന് ഭീമൻ കപ്പ ലഭിച്ചത്. 4 പേർ ചേർന്നാണ് ഈ കപ്പ പുറത്തെടുത്തത്. കല്ലൂർ ആലങ്ങാടുള്ള സ്വാശ്രയ വിപണന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് വെച്ച കപ്പ വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയാണെന്ന് ജോർജ് പറയുന്നു. കണ്ണമ്പത്തൂർ ആട്ടോക്കാരൻ ജോർജിന്റെ 2 ഏക്കർ സ്ഥലത്താണ് കപ്പ കൃഷി നടത്തിയത്. യാതൊരുവിധ വളവും കൃഷിക്കായി ഉപയോഗിച്ചിട്ടില്ല. പറമ്പിലെ മുറിച്ചുമാറ്റിയ റബ്ബർ കുഴികളിലാണ് കപ്പ കൃഷി നടത്തിയത്. 35 കിലോയ്ക്ക് അധികമാണ് മറ്റുള്ള ഓരോ കടയിലെയും വിളവ്. വാങ്ങാൻ ആളില്ലാത്തതുമൂലം 1.5 ടണ്ണിലേറെ കപ്പ തോട്ടത്തിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. വിപണിയിൽ കിലോയ്ക്ക് 30 രൂപയോളം വിലയുള്ള കപ്പ ആവശ്യക്കാർക്ക് 10 രൂപയ്ക്ക് കൊടുക്കാമെന്ന് ജോർജ് പറയുന്നു. 30,000 രൂപയോളം ചെലവഴിച്ചാണ് കപ്പ കൃഷി നടത്തിയത്. കപ്പ വാങ്ങാൻ ആളില്ലാത്തതുമൂലം കൃഷി നഷ്ടത്തിലായതായും ജോർജ് പറഞ്ഞു. കപ്പ ആവശ്യമുള്ളവർ 88 48 40 48 68 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. KPCC വിചാർ വിഭാഗ് നാട്ടിക നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. പെരിങ്ങോട്ടുകര ശാന്തി പാലസിൽ നടന്ന വിദ്യാഭ്യാസ സെമിനാറും നിയോജക മണ്ഡലത്തിലെ 9 പഞ്ചായത്തിലെ ഈ വർഷം SSLCയിലും +2വിലും ഫുൾ A+ നേടിയ 500-ലധികം വിദ്യാർത്ഥികളെ ആദരിച്ച നാട്ടിക എക്സലൻസി അവാർഡ് 2024 മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പുതിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ചെറിയ കുടുംബങ്ങളാണ്, ഭാര്യ, ഭർത്താവ്, ഒരു ബോൺ അല്ലെങ്കിൽ ഒരു ബോൺ, 2 കുട്ടികൾ, മാക്സിമം ആളുകൾക്ക് ഒരു കുട്ടി. ഭാര്യ ഭർത്താവ് ജോലിക്ക് പോയ കുട്ടി മാത്രമാണ് വീട്ടിൽ. എന്തൊക്കെ ചെയ്യുന്നു, എങ്ങനെയൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചാൽ ആരെയും തയ്യാറാവും, ഒരാൾ തയ്യാറാവും. ഒരു ദിവസം, ഒരു മാസം മുമ്പ് മൊബൈൽ ഫോണിന്റെ പരിചയപ്പെട്ട ആളുകൾ ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച ആർക്കാ സഹിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് SSLC പരീക്ഷയിൽ A+ കിട്ടി, +2 പരീക്ഷയിൽ A+ കിട്ടി, ഇനിയുള്ള എല്ലാ പരീക്ഷകളിലും നിങ്ങൾക്ക് A+ കിട്ടും. പക്ഷേ ജീവിതത്തിൽ A+ നേടാൻ സാധിച്ചാൽ മാത്രമാണ് നാളെകളിൽ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു ഭാവി അല്ലെങ്കിൽ നാടിന്റെ സമ്പത്തായ ഒരു തലമുറ നമുക്കുണ്ടാവും. KPCC വിചാർ വിഭാഗ് നിയോജക മണ്ഡലം ചെയർമാൻ ഷൈൻ നാട്ടിക അധ്യക്ഷത വഹിച്ചു. 100% വിജയം നേടിയ വിദ്യാലയങ്ങളെ വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ജെയിംസ് ചിറ്റിലപ്പള്ളി അനുമോദിച്ചു. ഇന്റർനാഷണൽ മോട്ടിവേറ്റർ എഡിസൺ ഫ്രാൻസിസ് കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. അഖിലേന്ത്യാ പോലീസ് ഗെയിംസ് ജൂഡോ ചാമ്പ്യൻഷിപ്പ് വെങ്കല മെഡൽ ജേതാവ് PS ദീപകിനെ ചടങ്ങിൽ അനുമോദിച്ചു. വിചാർ വിഭാഗ് ജില്ലാ സെക്രട്ടറി ആന്റോ തുറയൻ, റാനീഷ് K രാമൻ, കിരൺ തോമസ്, കോൺഗ്രസ് നേതാക്കളായ MK ചന്ദ്രൻ, KB രാജീവ്, MP സജീവ്, രാമൻ നമ്പൂതിരി, റോയ് ആന്റണി, പ്രസാദ് കിഴക്കൂട്ട്, റാസിയ അന്തിക്കാട്, സുധീർ പാടൂർ, മിനി ഷാജു എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി പനങ്ങാട്ടുകര കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ഞായറാഴ്ച രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയ മേൽശാന്തിയാണ് ശ്രീകോവിലിന്റെ ഉൾപ്പെടെ പൂട്ട് തകർത്തതായി കണ്ടത്. 2 ഭണ്ഡാരങ്ങളും ക്യാഷ് കൌണ്ടറും തകർത്തിട്ടുണ്ട്. തിടപ്പള്ളിയിൽ പേഴ്സിൽ സൂക്ഷിച്ച ചെറിയ തുകയും ഭണ്ഡാരങ്ങളിലുള്ള ചെറിയ തുകകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ക്യാഷ് കൌണ്ടറിലുണ്ടായിരുന്ന 16,000-ഓളം രൂപ ജീവനക്കാർ കയ്യിൽ കരുതിയതിനാൽ അത് നഷ്ടപ്പെട്ടിട്ടില്ല. മോഷ്ടാക്കൾ മോഷണത്തിന് ശേഷം വന്ന വഴികളിലെല്ലാം മുളകുപൊടി വിതറിയിട്ടുണ്ട്. 4 ഓടുകളും തിടപ്പള്ളിയുടെ ഒരു പലകയും ഇളക്കിയ നിലയിലാണ്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി.
ഫിംഗർ പ്രിന്റ് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയാലേ മോഷ്ടാക്കളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. പെരിഞ്ചേരി പ്ലാച്ചൂപ്പറമ്പിൽ പ്ലാക്കോടി മകൻ രാമൻകുട്ടി 80 വയസ്സ് നിര്യാതനായി. സംസ്കാരം നടത്തി. ഭാര്യ പരേതയായ കല്യാണി, മക്കൾ രാജേഷ്, രമേശ്, രതീഷ്. കോടന്നൂർ നടുവിലെ വളപ്പിൽ കൊച്ചുകുട്ടൻ മകൻ കുട്ടൻ 77 വയസ്സ് നിര്യാതനായി. സംസ്കാരം നടന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണ്ണം ഗ്രാമിന് 6760 രൂപ, പവന് 54,080 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ 61ാമത് ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൂച്ചന്നിപ്പാടം മുതൽ ഊരകം വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. പെരിഞ്ഞനത്ത് ബൈക്കിന്റെ ചക്രത്തിൽ സാരി കുടുങ്ങിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കെത്തിച്ച 17 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരൻ ചാലക്കുടിയിൽ പിടിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.